നമസ്കാരം. എന്തിനാണ് വീണ്ടും വീണ്ടും ഈ CPM-കാരെ കുറിച്ച് തന്നെ പറയുന്നത് എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടാകാം. ഒരാളെങ്കിൽ ഒരാൾ ഒന്ന് മാറ്റി ചിന്തിച്ചാൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതിപ്പോൾ പറയാൻ കാരണം, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനോട് അനുഭാവം പ്രകടിപ്പിച്ച സഖാവ് പുരുഷോത്തമൻ്റെ കാറ് കത്തിച്ച അന്തം കമ്മികളെ, DYFI നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുപോയ സമയത്ത് കുറേ ആൾക്കാർ, അതായത് യന്ത്രങ്ങൾ വന്നിട്ട് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് മുദ്രാവാക്യം വിളിക്കുകയാണ്. അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. ഞെട്ടിപ്പോയി. കാരണം ഇത്തരത്തിലൊരു പ്രവൃത്തി കാണിച്ചിട്ട് പോലും അതിനെ വലിയ വീരപരിവേഷം നൽകി അത് ചെയ്തവരെ വലിയ രീതിയിലുള്ള ഒരു വീരന്മാരാക്കി ഇവർക്ക് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അത് ഈ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി, ചെറിയ അല്ലറ ചില്ലറ ജോലികളൊക്കെ ഈ CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലോ മറ്റോ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതാദ്യത്തേതല്ല. ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് CPM-ന് ആദ്യത്തേതല്ല. PM ആർഷോ, SFIയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ PM ആർഷോ 2 വധശ്രമം ഉൾപ്പെടെ 42ഓളം കേസുകളിലെ ഒരു പ്രതിയായിരുന്നു. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. പോലീസ് ഇയാളെ കാണാനില്ല എന്ന് പറയുമ്പോഴും ഇയാൾ പല പൊതുവേദികളിലും പ്രത്യക്ഷപ്പെട്ട് പ്രസംഗിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഒടുവിൽ ഹർജിക്കാരൻ കോടതിയെ സമീപിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ആർഷോയെ തൂക്കിയെടുത്ത് പോലീസ് അകത്തേക്കിട്ടത്. അയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പിന്തുണയാണ് പാർട്ടിക്കാർ അയാൾക്ക് നൽകിയത്. SFIക്കാരൊക്കെ അയാൾക്ക് നൽകിയത്. രക്തഹാരം അണിയിച്ചാണ് അയാളെ യാത്രയാക്കിയത്. മുദ്രാവാക്യം വിളിച്ചാണ് അയാളെ യാത്രയാക്കിയത്. അപ്പോൾ അങ്ങനെ അതാണ് CPM. കുറ്റകൃത്യം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, അവനെ കൂടെ നിർത്തുക എന്നുള്ളതാണ് CPM-ൻ്റെ എക്കാലത്തെയും രീതി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമെടുത്താൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു CPM-കാരനായിരുന്നുവെങ്കിൽ അയാൾക്കൊരിക്കലും അത് സംഭവിക്കില്ലായിരുന്നു. അയാളെ വേട്ടയാടില്ലായിരുന്നു, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കില്ലായിരുന്നു, ഇത്തരം പരാതികൾ ഉയർന്നു വരില്ലായിരുന്നു പലതും. അഥവാ ഉയർന്നു വന്നാൽ തന്നെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് CPM-ന് നന്നായി അറിയാമെന്ന് മുകേഷിൻ്റെയും PT കുഞ്ഞുമുഹമ്മദിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ നമ്മളെ തെളിയിച്ചിട്ടുള്ളതാണ്. ഇനി P ശശിയുടെ കാര്യമെടുക്കാം. P ശശിയെ 2 സ്ത്രീ പീഡന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയ ഒരാളാണ് P ശശി. ആ P ശശിയെയാണ് എല്ലാ ചട്ടങ്ങളും മറികടന്നുകൊണ്ട് പിണറായി വിജയൻ തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത്. കൊല്ലം MLA മുകേഷിനും ഇത്തരത്തിൽ പീഡന കേസ് ഉണ്ടായെങ്കിലും അയാൾക്ക് രാജിവെക്കേണ്ടി വന്നിട്ടില്ല. KB ഗണേഷ് കുമാറിന് പീഡന കേസ് ഉണ്ടായെങ്കിലും മറ്റു പല കേസ് ഉണ്ടായെങ്കിലും രാജിവെക്കേണ്ടി വന്നിട്ടില്ല. PT മുഹമ്മദിന് അയാളെയും ഇത്തരത്തിൽ പരാതി കിട്ടിയിട്ട് അയാൾക്കെതിരെയും നടപടിയുണ്ടായില്ല. നടപടി കഴിവതും പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചു. കമാലുദ്ദീൻ, സംവിധായകൻ കമൽ, അയാൾക്കെതിരെ ഇത്തരത്തിലൊരു പോക്സോ കേസ് ഉയർന്നു വന്നു. പക്ഷേ അതെല്ലാം ഇവർ ഒതുക്കി തീർത്തു. ആ ഒരു അവസ്ഥയാണ് CPM-ൻ്റെ ഒരു രീതി. ഇനി ഇത് മാത്രമല്ല, ഇവരുടെ ഒരു അക്രമാസക്തമായിട്ടുള്ള ഒരു ഈ പെരുമാറ്റം മറ്റുള്ള നേതാക്കൾക്കും അണികൾക്കും ഉണ്ടാകാൻ കാരണം ഇതുപോലെയുള്ള ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയുടെ ഒരു നിലപാടാണ്. നിതിൻ പുല്ലൻ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപാണ് ചാലക്കുടിയിൽ ഒരു പോലീസ് വാഹനം പൊതുനിരത്തിലിട്ട് പരസ്യമായി തല്ലിത്തകർത്തത്. അവനെ തടയാൻ ആരും ഉണ്ടായിരുന്നില്ല. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അവനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയത് CPM-ൻ്റെ പ്രാദേശിക നേതാക്കളും അണികളുമാണ്. പിന്നീട് ഈ നിതിൻ പുല്ലനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് അവിടെ ഹസൻ മുബാറക്ക് എന്ന് പറയുന്ന SFIക്കാരൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ SIക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തി. കൈയും വെട്ടും കാലും വെട്ടും ഉമ്മയെ കണ്ടു മരിക്കില്ല എന്നൊക്കെയായിരുന്നു ആ ഹസൻ മുബാറക്ക് എന്ന് പറഞ്ഞ മുതുക്കൻ ഈ SIയെ വിളിച്ചത്. ഈ SFIക്കാരൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു രൂപമുണ്ട്, അഭിമന്യുവിൻ്റെ രൂപം. കാരണം പൊടിമീശ വളർന്നു വരുന്ന ഒരു കൗമാരക്കാരനായ ഒരു ആൾ. എന്നാൽ ഹസൻ മുബാറക്ക് അങ്ങനെയല്ല. അയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു 10-40 വയസ്സ് നമുക്ക് തോന്നിക്കും. അയാളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ്. പരസ്യമായി പോലീസ് വാഹനം തല്ലി തകർത്തവനെ അജിത ബീഗം എന്ന അന്നത്തെ അവിടുത്തെ DCPയുടെ ഒരൊറ്റ ആർജവത്തിന്മേൽ കാപ്പ ചുമത്തി ഇവനെ നാട് കടത്തി. അവനിപ്പോൾ അവിടെ ചാലക്കുടിയിൽ നിന്ന് മത്സരിച്ച് അവിടെ ചാലക്കുടി കൗൺസിലറാണ്. എന്താകും ചാലക്കുടി നഗരസഭയുടെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് പാർട്ടി എപ്പോഴും ഇത്തരം കുറ്റവാളികളെ സംരക്ഷിച്ചു പിടിക്കുന്നത്. ഇനിയെങ്കിലും ഈ പാർട്ടിയുടെ അണികളും നേതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും നാൾ അധികാരമുള്ളതുകൊണ്ടും നിങ്ങളെ ഭയന്നിട്ടുമാണ് പലരും വാപൊത്തി മിണ്ടാതിരുന്നത്. നിങ്ങളുടെ ക്രൂര പീഡനങ്ങളൊക്കെ സഹിച്ചത്. പല തൊഴിലിടങ്ങളും പൂട്ടിയിട്ടും നിങ്ങളവിടെ കൊടികുത്തിയിട്ടും നിങ്ങൾക്കെതിരെ ആരും ഒരക്ഷരം ശബ്ദിക്കാത്തത്. പക്ഷേ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, കേരളത്തിലെ തൊഴിലിടങ്ങൾ പൂട്ടിയതിൻ്റെ എല്ലാം പിന്നിൽ ഈ ചെങ്കോണകം കുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് എന്നുള്ള സത്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ അക്രമ സംഭവങ്ങളൊന്നും കൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ മുതിർന്ന പാർട്ടി നേതാക്കൾ പോലും
തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പാർട്ടി ഇനി ഒരിക്കലും പാർട്ടിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് പ്രോത്സാഹനം തന്ന മറ്റൊരാളുണ്ട്, പിണറായി വിജയൻ. അതാണ് നവകേരള സർക്കിട്ടിൽ നമ്മൾ കണ്ടത്. നവകേരള സർക്കിട്ടിൽ മുഖ്യമന്ത്രിയുടെ മുന്നിലിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ഈ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ പിണറായി വിജയൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞത് രക്ഷാപ്രവർത്തനമെന്നാണ്. ആ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് ചിരിച്ച് ന്യായീകരിച്ചതാണ് ഇവർക്ക് പ്രോത്സാഹനമായത്. ഇതെല്ലാം തിരിഞ്ഞു വരുന്നൊരു അവസരമുണ്ടാകും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. മര്യാദയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട്. വോട്ടവകാശവും എല്ലാവർക്കും നിങ്ങൾക്കുള്ളതുപോലെയുള്ള അവകാശങ്ങളാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത്. അല്ലാതെ വർഗീയത പറഞ്ഞും മയക്കുമരുന്നിനെയും മദ്യത്തെയും പ്രോത്സാഹിപ്പിച്ചും അക്രമം കാണിച്ചും നിങ്ങൾക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? ഈ നാട്ടിൽ അശാന്തി ഉണ്ടാക്കാമെന്നല്ലാതെ അതിൽ യാതൊരു ഗുണവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊരു കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കുകയാണ്. അവർ സഹികെട്ടിരിക്കുകയാണ്. ഇനി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. അവർ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കില്ല. കുറ്റിച്ചൂലും തൂമ്പ കൈയുമൊക്കെ ആയി നിങ്ങളെ നേരിടുന്ന ഒരു ദിവസം വരും. ആ ദിവസം ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാതെ നോക്കേണ്ടത് നിങ്ങളുടെ കയ്യിലിരിപ്പാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. സമയം കിട്ടുമ്പോൾ ബംഗാളിൻ്റെ ചരിത്രം എന്ന് എടുത്ത് പരിശോധിച്ച് പഠിച്ചാൽ നന്നായിരിക്കും, വായിക്കാൻ അറിയാമെങ്കിൽ. അല്ലാതെ പാർട്ടി ക്ലാസ്സുകളിൽ പോയി നേതാക്കൾ ഛർദ്ദിക്കുന്നത് അതേപടി വാരി വിഴുങ്ങുകയും ദേശാപമാനി വായിക്കുകയും കൈരളി TV കാണുകയും ചെയ്തതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് വിവരം വയ്ക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനോ തിരിച്ചറിയാനോ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നുവിട്ടിരിക്കുന്ന ഈ ആപത്ത്, നിങ്ങൾ നേരിടാൻ പോകുന്ന ഈ ആപത്തിനെ നിങ്ങൾ തിരിച്ചറിയണം. ബംഗാളിലെ സമാനമായ അവസ്ഥ കേരളത്തിലുണ്ടെന്നും സഹികെട്ടിരിക്കുന്ന പൊതുജനങ്ങൾ നിങ്ങളെ ഓടിച്ചിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സമയം വരാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്.